ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് നാദാപുരം സ്വദേശിയായ വയോധികൻ മട്ടന്നൂർ പോലീസിന്റെ പിടിയിൽ. നാദാപുരം കുമ്മൻകോട് സ്വദേശി പാലുള്ളത്തിൽ പി അബ്ദുള്ളയാണ് പിടിയിലായത്. മട്ടന്നൂർ ഉളിയിൽ ആക്രി ശേഖരിക്കാനെത്തിയവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന സംശയത്തിൽ തടഞ്ഞു നിർത്തിയ സംഭവത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ കല്യാണം നിശ്ചയിച്ച മുസ്ലിം സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെ നാട്ടുകാർ തടഞ്ഞുവെച്ചു എന്ന അടിക്കുറിപ്പോടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. സംഭവങ്ങളുടെ നിജസ്ഥിതി അറിയാതെ സോഷ്യൽ മീഡിയകളിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് ഒരു പാഠമായി മാറുകയാണ് മട്ടന്നൂരിലെ ഈ കേസ്. മെയ് 4-നാണ് കേസിനാസ്പദമായ സംഭവം. ഉളിയിൽ കൂവേരിയിൽ ആക്രി ശേഖരിച്ച് വണ്ടിയിൽ കയറ്റാൻ എത്തിയവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന സംശയത്തിലാണ് പ്രദേശത്ത് നാട്ടുകാർ തടിച്ചുകൂടിയത്. സംഭവ സ്ഥലത്തുണ്ടായ ഒരാൾ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. പിന്നീടാണ് നാദാപുരത്തിൻ്റെ വികസന രാഷ്ട്രീയം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോ അബ്ദുള്ള പോസ്റ്റ് ചെയ്തത്. ഇതാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇരിട്ടി ഉളിയിൽ ഇന്നലെ കല്യാണം നിശ്ചയിച്ച മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന തെറ്റായ പ്രചാരണം നടത്തിയത്. സഖാവ് അനീഷിനെ നാട്ടുകാർ സ്ത്രീകളടക്കം പഞ്ഞിക്കിടുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ അബ്ദുള്ള ഗ്രൂപ്പിൽ പങ്കുവച്ചത്. എന്നാൽ വീഡിയോയ്ക്ക് ഈ അടിക്കുറിപ്പ് നൽകിയത് അബ്ദുള്ളയല്ലെന്നാണ് അറിയുന്നത്. 70-കാരനായ അബ്ദുള്ളയ്ക്ക് സോഷ്യൽ മീഡിയ വഴി ലഭിച്ചതാണ് ഈ വീഡിയോയും അടിക്കുറിപ്പും. എന്നാൽ ആരിൽ നിന്നാണ് ഇത് ലഭിച്ചതെന്ന് അബ്ദുള്ളയ്ക്ക് ഓർമ്മയുമില്ല. ഇത്തരത്തിൽ തെറ്റായ വാർത്ത പരക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഉളിയിൽ സ്വദേശിയും യഥാർത്ഥ സംഭവം നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുമായ KC സുരേഷ് ബാബു മട്ടന്നൂർ പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അബ്ദുള്ളയെ മട്ടന്നൂർ പോലീസ് പിടികൂടിയത്. രാഷ്ട്രീയമായും സാമുദായികമായും ബോധപൂർവം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൊതുജനമധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കാനുമാണ് ശ്രമിക്കുന്നതെന്നുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പരാതി. കേസ് അന്വേഷിച്ച മട്ടന്നൂർ SI NR പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അബ്ദുള്ളയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കേരള പോലീസ് 120-ാം വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു. മൊബൈൽ ഫോണുകളിൽ സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന സംഭവങ്ങളുടെ നിജസ്ഥിതി അറിയാതെ തെറ്റായ കാര്യങ്ങൾ വീണ്ടും പ്രചരിപ്പിക്കുന്നത് എത്രത്തോളം വലിയ കുറ്റമാണെന്ന് തെളിയുകയാണ് ഈ കേസ്. സോഷ്യൽ മീഡിയകളിൽ ഇതുപോലെ പ്രചരിപ്പിക്കുന്നവർക്ക് ഒരു പാഠമായി മാറുകയാണ് മട്ടന്നൂരിലെ ഈ കേസ്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.